ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വരണം. തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ്. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് കഴുകിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിത് ചെറിയ അരിയിലോ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരിയിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സാധാരണ ചോറ് വെക്കണ അരി പറഞ്ഞാൽ വെള്ളരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഏത് അരിയായാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ചെറിയ അരി ആണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇതേ സമയം തന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വേവിച്ച സമയം തന്നെ മഞ്ഞൾ അതിൽ ചേർത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അരപ്പിൽ ചേർത്താലും മതി. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ സമയം തന്നെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പോലെ വേവണം കേട്ടോ കഞ്ഞി, എന്നാലേ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആവശ്യമുള്ളത് കാരണം തന്നെ മിക്സിയുടെ ആ ഒരു ജാറിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഇതാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഈ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് കിട്ടണം. തേങ്ങ അരച്ച് ആ ഒരു അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തീയൊന്ന് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ഉള്ളി താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. നെയ്യിൽ വേണം നമ്മൾ താളിച്ചൊഴിക്കാൻ കേട്ടോ. നല്ല ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക, ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി കൂടുതൽ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഉള്ളി താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 4 ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ജീര കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്നും പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചേഞ്ചിനൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജീര കഞ്ഞിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.